ഇറ്റ്സ് മീ ജ്യോതിക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ടാസ്ലർ നമുക്കൊരു ഹാമർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതുപോലെ അത് എങ്ങനെയാണ് എനിക്ക് കിട്ടിയത് എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. എനിക്ക് വെറും 550 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, എന്നാലും എനിക്കിത് കിട്ടിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയത് എന്നൊക്കെ ഉള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, ഞാൻ അധികം ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ക്യാമറയെ നോക്കി സംസാരിക്കുമ്പോൾ എന്തോ ഒരു ഇത് പിന്നെന്താ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഡാസ്ലർ അയച്ചു തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ്, ഓൾറെഡി ഞാൻ എക്സൈറ്റ്മെൻറ്റ് കാരണം അൺബോക്സ് ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് കാണിക്കണ്ടേ. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതാണ് കാണുന്നത്. ആദ്യം തന്നെ പറ്റി ഈ ബബിൾ റാപ്പാണ് ശരി. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ല വെൽ പാക്ക്ഡ് ആയിട്ടാണ് വരുന്നത്. ഇതെടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പെട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് തുറക്കുമ്പോൾ കാണുന്നത് ഇതുപോലത്തെ ഒരു IPL-ൻ്റെ ഒരു കാർഡാണ് ആദ്യം അവർ വെച്ചിട്ടുള്ളത്. IPL-ൻ്റെ ഒരു കാർഡാണ് വെച്ചിട്ടുള്ളത്. 4 ലിപ്സ്റ്റിക് ഷെയ്ഡാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. 4 ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഇതിൻ്റെ കൂട്ടത്ത് അതായത് ഒരു ഐലൈനറും, ഡാസ്ലറിൻ്റെ ഒരു ഐലൈനറും ഉണ്ട്. അതുപോലെ ഈ 4 ലിപ്സ്റ്റിക് ഷെയ്ഡ്സും ഉണ്ട്. അപ്പോൾ ഈ ഇത്രയും ലിപ്സ്റ്റിക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങൾ ഇനി അടുത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലിപ്സ്റ്റിക് ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് അല്ല, തുറന്ന് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇടില്ല, വല്ലപ്പോഴും ഒരു വീഡിയോസ് അങ്ങനെയൊക്കെ ഇടാറുണ്ടായിരുന്നുള്ളൂ. ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ ഒരു ഇത് എന്താ പറയുക. ഒക്ടോബർ നവംബർ മാസം ആയപ്പോഴത്തേക്കും ഒരുപാട് യൂട്യൂബേഴ്സ് ഇതുപോലെ ഡാസ്ലറിൻ്റെ ഫ്രീ ഹാമ്പറിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ കണ്ടപ്പോഴത്തേക്കും അവരൊരു മെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മെയിൽ ഞാൻ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം. അപ്പോൾ ആ മെയിലിൽ ഞാൻ ഇതുപോലെ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞവർക്കായിരിക്കും, അല്ലെങ്കിൽ ചാനൽ മോണിറ്റൈസ് ആയവർക്കൊക്കെ ആയിരിക്കും ഇതുപോലെ ഫ്രീ ഹാമ്പറൊക്കെ കിട്ടുക എന്നുള്ളതൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. എന്നാലും അവർ ഈ മെയിലിൽ മെസ്സേജ് അയച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും എന്ത് ചെയ്ത് ആ മെയിലിൽ ഒന്ന് മെസ്സേജ് അയച്ചു. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ എനിക്ക് ഡാസ്ലറിൻ്റെ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും, എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതി ഞാൻ മെയിൽ അയച്ചു. അന്ന് എനിക്ക് ആകെപ്പാടെ 250 200 എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഗൂഗിൾ ഫോം അയച്ചു തന്നു. ഗൂഗിൾ ഫോം ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സെയിം ഗൂഗിൾ ഫോം തന്നെ എനിക്ക് വീണ്ടും അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നെയിം, അഡ്രസ്സ്, അതൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് യൂട്യൂബ് ഉണ്ടോ, ഇൻസ്റ്റ ഉണ്ടോ, യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റയിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, യൂട്യൂബിൻ്റെ ലിങ്ക്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക്, അതൊക്കെ ചോദിച്ചിട്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അവരെനിക്ക് അത് തന്നെ അയച്ചു. വീണ്ടും ഞാൻ അത് ചെയ്ത് കൊടുത്തു. വീണ്ടും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അത് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ എന്തായാലും ഉറപ്പിച്ചു, എനിക്കിത് മിക്കവാറും കിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്ക് അവരെനിക്ക് വീണ്ടും ഒരു മെസ്സേജ് അയച്ചു. ഇതുപോലെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചാൽ. അപ്പോൾ ഞാൻ ഉറപ്പിച്ചാൽ എന്തായാലും എനിക്കിത് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല, എന്തായാലും എനിക്ക് കിട്ടില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2025 മാർച്ച് ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കോളേജിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ രാവിലെ ഫോൺ ഓഫാക്കി പിന്നീട് വൈകിട്ട് എടുക്കണം. അപ്പോൾ 2:30 ആയപ്പോഴത്തേക്കും ഇതുപോലെ അവരെനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോഴാണ് അത് കണ്ടത്. ഇതുപോലെ IPL-ൻ്റെ ഭാഗമായിട്ട് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടോ, ലിപ്സ്റ്റിക്കിൻ്റെ ഇത് കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചാൽ മനസ്സിലൊരിത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഭയങ്കര, അത് കണ്ടപ്പോൾ എനിക്ക് എത്ര സന്തോഷമായെന്ന് എനിക്കറിയില്ല, ഭയങ്കര സന്തോഷമായി. പക്ഷെ എന്നാലും മനസ്സിലൊരിതുണ്ടായിരുന്നു, കിട്ടുമോ എന്നൊക്കെ, എനിക്കൊക്കെ ഇത് കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. ഞാൻ അപ്പം തന്നെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു. അങ്ങനെ 28-ാം തീയതി അവരെനിക്ക് വീണ്ടും മെയിൽ അയച്ചിട്ട് അതിൽ ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ വീണ്ടും ഏപ്രിൽ 3-ാം തീയതി അവർ വീണ്ടും എനിക്ക് അയച്ചിട്ട് കൺഫർമേഷന് വേണ്ടിയിട്ട് ഒന്നും കൂടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും സെലക്ട് ചെയ്ത് കൊടുത്തു. ഏപ്രിൽ 9-ാം തീയതി അവർ വീണ്ടും എനിക്കൊരു മെയിൽ അയച്ചു. ഇതുപോലെ കൺഫർമേഷൻ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് നമ്മൾ അഡ്രസ്സൊക്കെ ശരിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ശരിയാണെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് മെയിൽ അയച്ചു. അത് കഴിഞ്ഞിട്ട് 11-ാം തീയതി ആയപ്പോഴത്തേക്കും വീണ്ടും മെയിലിൽ മെസ്സേജ് വന്നു, ഇതുപോലെ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എനിക്കറിയില്ല, ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലെ അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് 17-ാം തീയതി വീട്ടിലെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഡെലിവറിയുടെ ആ ഒരു സ്ഥലത്ത് എനിക്ക് ഇത് എത്തിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല. 17-ാം തീയതി എന്ന് പറയുമ്പോൾ പെസഹ വേഴായിരുന്നു, 18-ാം തീയതി ദുഃഖവെള്ളി, അപ്പോഴൊക്കെ അവധിയായിരുന്നു ഈ ഡെലിവറി സംഭവം. അപ്പോൾ എനിക്ക് പിന്നീട് ടെൻഷനായി. ഇതുപോലെ അവർ വന്നിട്ടുണ്ട് 17-ാം തീയതി എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ എത്തിയിട്ടുമില്ല. ഇനി എനിക്ക് എങ്ങനെ തിരിച്ചു പോകുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായി.
അങ്ങനെ 21 എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്. അപ്പോൾ അന്ന് രാവിലെ, അന്ന് വെളുപ്പിന് 4:30 എന്തോ ആണ്, ഇതുപോലെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലെ വന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ അതിന് ആൻസർ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും, അപ്പോൾ ഇത് റിട്ടേൺ പോകുമെന്ന് പറഞ്ഞിട്ട് ഡെലിവറിക്കാരാണ് എനിക്കിത് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് ടെൻഷനായി, എനിക്ക് കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല, ഭയങ്കര ടെൻഷനായി. എനിക്കന്ന് എക്സാമും ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല. അങ്ങനെ ഇത് എവിടെയാണ് സ്ഥലം എന്ന് പോലും അറിയില്ല, സ്ഥലമൊന്നും അവർ കൊടുത്തിട്ടില്ല. ഇനി അവരെന്നെ കോൺടാക്ട് ചെയ്യുമോ എന്നൊന്നും അറിയില്ല. ഈ ഷാഡോ ഫാക്സ് ഡെലിവറി എവിടെയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മെസ്സേജ് വന്നപ്പോൾ തന്നെ ഞാൻ ഒരു 10-30 പ്രാവശ്യമെങ്കിലും അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എക്സാം ഉണ്ട്, യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്, എനിക്ക് 10:15 ബസ് വരും. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്നും അറിയില്ല. പക്ഷെ അത് ആ മെസ്സേജ് വന്ന അപ്പോൾ തൊട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യണത് എവിടെയാണെന്ന് ഒരു സ്ഥലം പിടിയില്ല. അങ്ങനെ ഇത് എവിടെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഇത് കർണാടക അങ്ങോട്ടൊക്കെ വരുന്നത്. അപ്പം ഞാൻ ഉറപ്പിച്ചു എനിക്ക് കിട്ടില്ല, ഉറപ്പായിട്ടും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉറപ്പിച്ചു. പക്ഷേ കുറേ പേരടുത്ത് രാവിലെ ആയപ്പോൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് ആണ് വെള്ളനാട് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ചോദിച്ചപ്പോൾ ഒറ്റ മനുഷ്യനെ അറിയില്ല, അത് എവിടെയാണ് എന്ന് പോലും അറിയില്ല. അപ്പോൾ അവിടെ തന്നെ വേറൊരു കൊറിയർ സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇന്നടുത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ പിന്നെ അവിടെ ഒരു പിന്നെ അങ്ങോട്ട് പോയി. അത് കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ അമ്മയെ എനിക്കറിയില്ല, അത്രയും നേരം ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഇത് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കറിയില്ല ഗൈസ്, അത്രയും നേരം കിട്ടിയാൽ മതി എന്നുള്ളതായിരുന്നു. അവിടെയെങ്കിലും ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥിച്ച് സകല ദൈവങ്ങളെ വിളിച്ചിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് കിട്ടി ഗൈസ്. അവിടെ ചെന്ന് അവരിങ്ങനെ എടുത്തു തന്നു. ഇതുപോലെ ഡെലിവറി 10 മണിക്കൊക്കെ ആകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, ഇതുപോലെ ആ സമയത്തെ ഫോൺ ഓൺ ആക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അവധിയായിരുന്നില്ലേ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ അവിടെ പോയി വാങ്ങിച്ചു. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ അതിൻ്റെ മെയിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം. എന്തായാലും അത് കുറച്ച് യൂട്യൂബ് ഫോളോവേഴ്സ് ഉള്ളവർക്ക് ഇത് കിട്ടും എന്തായാലും. കാര്യമെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വെറും 550 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, എന്നിട്ടും എനിക്കിത് കിട്ടിയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടാത്തത്? അപ്പോൾ ഇൻസ്റ്റഗ്രാം മാത്രമുള്ളവർക്കും കിട്ടുമെന്നാണ് കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ അമ്മയെ ടെൻഷൻ അടിച്ചതിന് കയ്യും കണക്കുമില്ല ഗൈസ്, അത്രയ്ക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊക്കെ ഇങ്ങനത്തെ ഒരു കാര്യം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ എന്താ പറയുക. അവർക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീട്ടിൽ വന്ന് ഞാൻ പിന്നെ നേരെ എക്സാമിന് പോയി. എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം എന്തോ ഞാൻ അവർക്ക് തിരിച്ച് മെയിൽ അയച്ചു, ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെയിൽ അയച്ചു. ഞാൻ മെയിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ലോങ് ആയി പോയും തോന്നുന്നുണ്ടോ വീഡിയോ? എന്തായാലും നമുക്കിത് തുറക്കാം, അൺബോക്സ് ചെയ്യാം. ഇത് ഏതൊക്കെ ഷെയ്ഡാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്? ഞാൻ ഓൾറെഡി ഇവിടെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ചറബറ പൊട്ടിക്കുന്നില്ല ഗൈസ്, അവർ പാവല്ലേ, നല്ല പാക്ക് ചെയ്തൊക്കെ അല്ലേ നമുക്ക് അയച്ചത്. അപ്പം കഷ്ടപ്പെട്ട് പാക്ക് ചെയ്ത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നും ഗൈസ്. നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇതാണ്. ഇതെന്ന് പറയുമ്പോൾ DLC 027 ആണ് ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ്, 27. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അടുത്ത ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഷോർട്സ് ആയിട്ടോ വീഡിയോ ആയിട്ടോ എന്തെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് ഗൈസ്. എനിക്ക് ഈ വർഷം എങ്ങനെയെങ്കിലും ഒരു 1000 കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല, 1000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ മതി. ഈ വർഷം ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നൊക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ. പക്ഷേ ഞാൻ വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തില്ല, അതാണ് സംഭവം. ഇത് ഈ ഒരു ഷെയ്ഡാണ്. ഇതെന്ന് പറയുമ്പോൾ DLC 022. ലൈറ്റ് വെട്ടത്തോട്ട് നോക്കിയിട്ടൊന്നും കണ്ടുകൂടാ ഗൈസ്. DLC 022 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത്, ഈ ഒരു ഷെയ്ഡ്. ഇത് ഞാൻ എങ്ങനെയാണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നില്ലേ ഒരു ലിപ്സ്റ്റിക്ക്, DLC 025 എന്ന് പറഞ്ഞിട്ട് ആ ലിപ്സ്റ്റിക്കാണേ. ഭയങ്കര ട്രെൻഡിങ് അല്ലായിരുന്നു, എനിക്കിപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് DLC 09 എന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് അടുത്തത്. ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് 27 9 ഒരേ ഷെയ്ഡ് ആയോ എന്നൊരു ഡൗട്ട്. എന്തായാലും സാരമില്ല. അപ്പോൾ ഈ 4 ലിപ്സ്റ്റിക് ഷെയ്ഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളും ഒക്കെ ഞാൻ എന്തായാലും അടുത്ത ഷോർട്സിലായിട്ട് അപ്ലോഡ് ചെയ്യാം. ഷോർട്സിലായിട്ടോ ലോങ് വീഡിയോയിലായിട്ടോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും കയറി കാണുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ എനിക്കത് കമൻറ്റ് ചെയ്യാറില്ല സത്യത്തിൽ. എന്നാലും ആദ്യമായിട്ടാണ് ഈ ക്യാമറ നോക്കിയൊക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ